ജില്ലാ ഭരണകൂടവുമായുള്ള ഭിന്നതയെ തുടർന്ന് ദൗത്യം മതിയാക്കി ഈശ്വർ മാൽപെ മടങ്ങുന്നു. അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ്, ഈ ദൗത്യം, ഈ രക്ഷാദൗത്യമൊക്കെ തുടങ്ങിയ സമയം തൊട്ട് തന്നെ ഈശ്വർ മാൽപെയോട് കനത്ത അവഗണനയായിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്, ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നത്. അതെല്ലാം നിയന്ത്രിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് തിരച്ചിൽ തുടരുകയായിരുന്നു. പക്ഷേ ഇതാ ഒടുക്കം ആ തീരുമാനത്തിലേക്ക് എത്തുന്നു. എന്താണ് ഇതിലേറെ പ്രകോപിപ്പിച്ചത്? വിവരങ്ങൾ. സുഹൈല, ഇന്ന് രാവിലെ തിരച്ചിലിനെത്തിയ മാൽപയെ ആ കോണ്ടാക്ട് പോയിന്റ് 4-ൽ ഇറങ്ങാൻ ഡ്രഡ്ജിംഗ് കമ്പനി അനുവദിച്ചിരുന്നില്ല. ആ സമയം തന്നെ മാൽപെ തന്റെ നിരാശയും വിഷമവും വ്യക്തമാക്കിയതാണ്, മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. താൻ എടുക്കുന്ന എഫർട്ട് എത്രത്തോളമാണ് എന്നുള്ളത് വ്യക്തമാക്കി. അദ്ദേഹം പറഞ്ഞത് നാളെയും ഈ സമീപനമാണ് തുടരുന്നതെങ്കിൽ നാളത്തോടെ നാട്ടിലേക്ക് മടങ്ങും എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ നാളെ വരെ കാത്തിരിക്കാൻ മാൽപെ തയ്യാറായില്ല. സോറി എന്നാക്കിയിട്ടുണ്ട്. അത് എന്തിനാ പറഞ്ഞ നമ്മളെ അഭിഷേക്, നമ്മളെ യൂട്യൂബർ വീഡിയോ ആക്കിയിട്ടുണ്ട്. നമുക്കൊരു ഇതാക്കി എന്ന് പറഞ്ഞാൽ നിന്നെ ലീവ് ആക്കിയല്ലോ നമ്മളത് നൈറ്റ് ഒരു ലീവ് ആക്കിയത്, അവർക്കെല്ലാം അങ്ങനെ ചെയ്യരുത്. പിന്നെ വണ്ടി എന്നെ കിട്ടിയെങ്കിൽ അവർക്ക് പറയണം. ഞങ്ങളിപ്പോൾ നമ്മളെ ആൾക്കാർ പറയുന്ന മേലെ കേൾക്കും, ഒന്നും സെല്ലാവനാവില്ലേ. ആ സമയത്തിൽ എനിക്ക് ശരിയാവില്ല. ഞാൻ ആ വണ്ടി കിട്ടി കീഴே ഒരു ആക്റ്റീവ് വണ്ടി ഉണ്ടെന്ന് ചൊല്ലി അതിപ്പോൾ ഡയറക്റ്റാക്കി അവർക്ക് ആക്കണം. അത് ഞാനിപ്പോൾ നമ്മളെ ആൾക്കാർക്ക് ചെല്ലണം. ഇവിടെ മേലെ വന്ന് ഒരു ആക്റ്റീവ് വണ്ടി ഉണ്ട്, പിന്നെ ഒത്തിരി തടിയുണ്ട് അവിടെ. അത് അവർക്കൊരു ഇതായ വിഷമമാണ്. അതിനെ അവർ രണ്ട് സണ്ട പോടി. അത് നിങ്ങളൊക്കെ സംസാരിച്ച് നിങ്ങൾ എൻ്റെ മൊബൈൽ കീഴே മൊബൈൽ കൊടുത്തത് ആര് കൊടുത്തത്? പോലീസുകാർക്ക് മൊബൈൽ കൊടുത്തത് എന്നോട് കണ്ടില്ല നിങ്ങൾ കീഴே. ഞാൻ കീഴே ഇരുന്ന സമയത്ത് നമുക്ക് പേശാൻ കൊടുത്തതാ. അതിനെ ഞാൻ ചൊല്ലി നീ അല്ലേ ഹീറോണ്ട് അങ്ങനെ അങ്ങനെ ചൊല്ലി. അത് ഞാൻ ഹീറോനെ ഇവിടെ വന്നില്ല. പോലീസാണോ പറഞ്ഞു? യെസ്, പോലീസേ പറഞ്ഞ്. അതിനെ ഇപ്പം ഞാൻ ചൊല്ലിയത് ഇവിടെ ഹീറോനെ വന്നില്ല, ഞങ്ങൾ അർജുന അമ്മയ്ക്ക് ഞങ്ങൾ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. അതിന് തേടാനായിട്ട് വന്ന് പിന്നെ ഇവിടെ അല്ലത്തെ 2 പേരുടെ ജഗന്നാഥ് പിന്നെ ഇവർ ലോകേഷ് അവിടെ നിങ്ങൾ ഞങ്ങൾ തേടാൻ പോകുന്ന 2-3 വണ്ടി കിട്ടി. പിന്നെ ഇന്ന് തേടാൻ പോകുന്ന ഒരു ബൈക്ക് കിട്ടി, പിന്നെ തടി കിട്ടി. ആ സമയത്തിൽ മേലെ വന്ന് ഞങ്ങൾ ആരുടെ പറയണം? അവർ നിൽക്കാൻ ഇവിടെ പോലീസുകാർ. എന്താണ് പോലീസ് എന്താണ് പറഞ്ഞത്? അത് ഒരുപാട് ഇതായി നോക്കുന്നു. നമുക്ക് സൺഡേ പോടി നമുക്ക് ശരിയായില്ല എന്നാണ്. ഞങ്ങൾ പൈസ കൊടുത്തിട്ട് പൈസക്ക് അവർ ആരും വാങ്ങിയില്ല. നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തവർ. നമ്മൾ സൺഡേ പോടി നിനക്ക് ബേജാറായില്ലേ. നമ്മൾ ഇവിടെയുള്ള ആർക്കാർ ഇവരെല്ലാം ചൊല്ലി അങ്ങനെ നിമക്കെല്ലാം സൺഡേ പോടിനാണ്ട് നിങ്ങൾ എന്നെ നിൽക്കുക, നിങ്ങൾ വാ എന്ന് ചൊല്ലി എന്നെ കേട്ടുകൊണ്ട് വന്നവർ. ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചിരുന്നവർ നമുക്ക് ആരും ഫോണാക്കിയിട്ടില്ല. എന്നാ ഇത് ചൊല്ലു നിങ്ങൾ. ഇല്ലാണ് എപ്പോൾ എന്താ നിങ്ങൾക്ക് നിന്നലെ കണ്ട് ഈ തരായി. ഇപ്പം ഈ മധ്യാഹ്നം ഇപ്പം ഈ തരാവും. ഞങ്ങളിപ്പോൾ തേടാൻ വന്ന ഈ തരായി. ഞങ്ങൾ എന്തിനാ പറഞ്ഞു? നമ്മളിപ്പോൾ ആറാണ്ട നമ്മളിപ്പോൾ പൈസ കൊടുത്തിട്ട് നമ്മളൊന്ന് അഗ്രിമെൻറ്റ് പണിയോ ഇത് വേറെ. നമ്മൾ പൈസ ഇല്ലാത്ത വേറെ ആൾക്ക് ഞാൻ സെൻ്റെ പൊടി നമുക്ക് ബേജാറാവില്ലേ. അത് ഞാൻ തിരിച്ചു പോകും. ഇതിന് ഞാനിപ്പോൾ അർജുൻ്റെ അമ്മയ്ക്ക് ഞാൻ ക്ഷമ കേൾക്കുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള ഇവരാറ് നമ്മളെ ജഗന്നാഥ് അവിടെ ലൊക്കേഷൻ എന്താ പറയുക, നമുക്ക് സൺഡേ പോയിട്ട് എന്തിനുണ്ട്? നമ്മൾ ആരുടെ പൈസ വാങ്ങിയിട്ടുണ്ട്, ആരുടെ പൈസ കൊടുക്കത്തില്ല. ഞങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്യണം അവർക്ക്. അതിന് നമുക്ക് ശരിയാവില്ലേ. അത് നമ്മളെ ആൾക്കാർ ഇന്നൊക്കെ ഇവരുണ്ട് അവരുണ്ട്. പിന്നെ ഇവരെല്ലാം ചെയ്ത് ഈശ്വരൻ നിങ്ങൾക്ക് ആസാര സൺഡേ പോകണ്ട, നിങ്ങളെന്തിനു നിൽക്കും, ഞങ്ങൾ പോകുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. അവർ പോയാൽ പിന്നെ ഞാൻ മേലെ വന്നു. ഉടുപ്പിയിലേക്ക് മടങ്ങുവാണ് അല്ലേ? കണ്ടിപ്പാണ് ഞാൻ ഉടുപ്പിക്ക് പോകും. ഞാൻ എന്താ പറഞ്ഞു, വീട്ടിൽ വിട്ടത് ഇന്നിക്ക് 4 ദിവസമായി. വീട്ടിൽ വിട്ടിട്ട് എൻ്റെ വീട്ടിലെ 2 കുട്ടി ഇന്ന് ഹാൻഡിക്യാപ്പിലെ വീട്ടിൽ അവരുടെ വിട്ടിട്ട് ഇവിടെ തിരക്കല പോയി. ആ സമയത്ത് ഇവർ പറഞ്ഞ ആറാണ്ട നമുക്ക് സർക്കാർ. രാവിലെ പോലീസ് അങ്ങനെ പറഞ്ഞോ? രാവിലെയാണോ? ഇന്ന് രാവിലെ ഇപ്പോൾ ഞങ്ങൾ അവിടെ പറഞ്ഞ സമയത്തിൽ ബാർജിക്കാർ നിങ്ങൾ ഇവിടെ തേടണ്ട, നമ്മളിവിടെ വീഡിയോ ആക്കുന്നുണ്ട്, നിങ്ങൾ ദൂരത്തിൽ പോയിക്കാൻ ചൊല്ലി. പിന്നെ ഞാൻ തന്നെ പറഞ്ഞു അതൊക്കെ നമുക്ക് പോലീസ് നമുക്ക് ഇപ്പോൾ ആ പോകുന്ന സമയത്തിൽ നമ്മൾ കൂട്ടത്തിൽ പോലീസുകാർ പറഞ്ഞ സമയത്തിൽ പറയണം, ഒരു സപ്പോർട്ട് വേണം നമുക്ക്. ശരി പറവില്ലേ, ഞാൻ നാട്ടിൽ പോകും, ഒന്നും മിണ്ടത്തില്ല. ഇവിടെ വലിയ ഹീറോനെ വന്നില്ല, എനിക്ക് ഹീറോ വേണ്ട. അത് ജനങ്ങൾക്ക് എല്ലാം തെരിയും, നമ്മൾ നാട്ടുകാർക്ക് എന്നെ ഹീറോന്ന്. അവർക്ക് ഇവർ ഹീറോ പറഞ്ഞ് ഞങ്ങൾ ഹീറോ ആവില്ലേ. പറവില്ല, ഞങ്ങൾ ക്ഷമ இருக்குது. അമ്മ ജഗന്നാഥ് വീട്ടുകാർക്ക് ഞാൻ ക്ഷമ കേൾക്കുന്നു. ഇപ്പം അർജുനക്ക് ക്ഷമ കേട്ടിട്ട് ഞാൻ നാട്ടിൽ പോയി. പിന്നെ ഈ തിരക്കിലേക്ക് അവർക്ക് ഒരുപാട് എനിക്ക് ബുദ്ധിമുട്ടാവും. അത് ഞാൻ തിരിച്ചു പോകും. ഒരു മനുഷ്യൻ ഒരു സ്വാർത്ഥ താല്പര്യങ്ങളോ ഒരു പ്രത്യുപകാരമോ പ്രതീക്ഷിക്കാതെ 3 ജീവനുകൾക്കായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തിരച്ചിലിന് തുനിഞ്ഞിറങ്ങിയൊരു മനുഷ്യനാണ് അദ്ദേഹം.
നമ്മൾ കണ്ടതാണ്. ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് വെള്ളത്തിന്റെ ആഴങ്ങളടക്കം പരിശോധന നടത്തിയത്. അങ്ങനെ അയാളുടേതായ രീതിയിൽ തിരച്ചിൽ നടത്തുമ്പോൾ എന്തിന്റെ ഭാഗമായി ഇങ്ങനെ ഉടക്കി ഈ ജില്ലാ ഭരണകൂടം അദ്ദേഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു എന്ന് മനസ്സിലാകുന്നു.